നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലുകളിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് താഴെ ഇറങ്ങിയിരിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധം തീരുന്നവരേക്കും മാർക്കറ്റ് മുകളിലും താഴെയും ചെന്നുകൊണ്ടിരിക്കും. ഇത് വെച്ച് ഞാൻ എന്ത് പറയുന്നു എന്നാൽ ഇതുവരെ യുദ്ധം തീർന്നില്ല. ഹയർ ലെവൽസിൽ FIIയും റീറ്റെയിൽസും വിൽക്കാൻ തുടങ്ങും. അത് ഞാൻ പറഞ്ഞായിരുന്നു മുമ്പേ. അതിപ്പോൾ നടന്നിരിക്കുന്നു. രാവിലെ പോസിറ്റീവായിട്ട് ഓപ്പണായ മാർക്കറ്റ് 12:30 മണിക്ക് നെഗറ്റീവായിരിക്കുന്നു. 170 പോയിന്റ് ഇപ്പോൾ നെഗറ്റീവായിരിക്കുന്നു. ഫണ്ട്സിൽ വാങ്ങി തിരികെ കയറ്റിയാലും അല്ലെങ്കിൽ മറു ദിവസം തിരിയാതിനടിക്കും. പാകിസ്ഥാൻ ഡഗ്ഡാനിൽ ഇപ്പോൾ ചെന്നിരിക്കുന്നു. ഫണ്ട്സ് വാങ്ങി ഇതിനെ കയറ്റിയാലും നാളെ അല്ലെങ്കിൽ നാളെ കളിച്ചതിനെ തിരികെ അടിക്കും. ഡെൽറ്റ ഓഫ് ഹോമോസ് എന്നതിൽ ഒരു ബ്ലോക്കേഡ് ഇരിക്കുന്നു. ബ്ലോക്കേജ് കാരണം കച്ചാ എണ്ണയുടെ വില ഇന്ത്യക്ക് വരുന്നില്ല. ഇത് കാരണം നമുക്ക് ഒരേ പ്രഷറായിട്ടിരിക്കുന്നു. കുറച്ച് സ്റ്റോക്ക് കയറിയിരിക്കുന്നു, കുറച്ച് സ്റ്റോക്ക് ഇറങ്ങിയിരിക്കുന്നു. അട്ടോ മൈനറായിട്ട് എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് എന്ന് മുകളിലും താഴെയും ചെന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഡിഫൈൻഡ് ആയിട്ട് ഏത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റൂല. ഓവറാൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് നല്ലതായിരിക്കുന്നു. ടൈറ്റൻ ഒരേടിയായിട്ട് കയറി ടൈം ഹൈക്ക് ചെന്നിരിക്കുന്നു. ടൈറ്റൻ 4 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ് പ്രോഫിറ്റ് ആയിരിക്കുന്നു. എന്നിട്ട് 80-90 ടൈംസ് ഏർണിങ്സ് ഇരിക്കുന്നു. വൈറസ് സൂചിയാണ്. ഇത് ഇന്നും കയറുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കറപ്റ്റ് ആകും എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അങ്ങനെ ഇരുന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട കമ്പനി ആയിരുന്നാലും നമ്മൾ 1700 രൂപയ്ക്ക് കൺസിഡർ ചെയ്തിരുന്നാലും ഇപ്പോൾ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ബാങ്ക് എല്ലാം കയറിയിരിക്കുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.5%, PFC 1.2% ഏറിയിരിക്കുന്നു. അതേസമയം വന്ന് സ്റ്റോക്കിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കുന്നു. ഈ ഹീറോ മോട്ടോർ കാർപ്പ്, നാറ്റ്കോ ഫാർമ, യാൻ ജുവലേഴ്സ് അണിയിരിക്കുന്നു. ടാറ്റ സ്റ്റീൽ കുറേ കയറിയിരിക്കുന്നു. മെറ്റൽ സ്റ്റോക്കും കയറിയിരിക്കുന്നു. ഈ സ്ലാബ് കയറിയിരിക്കുന്നു. ഫോസിസും 1.5% കയറിയിരിക്കുന്നു. ഇതൊക്കെ വന്നിട്ട് വെറും ഷോർട്ട് ടേം മൂവ്മെൻ്റ് ആണ്. ഇതിനെ പട്ടാസ് ലിസ്റ്റിൽ നോക്കി 1-2 എടുക്കുന്നതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഗോൾഡ് വോളറ്റൈലായിരിക്കും, മേളിലും താഴെയും പോകും. ഒരു മാസമായിട്ട് എന്തായിരിക്കുന്നു എന്നാൽ 100 രൂപ മേളിലും താഴെയും ചെന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മേളിൽ വലുതായിട്ട് ഒരു ഡിഫറൻറ്റും ഇല്ല. അപ്പോൾ ഡെയിലി ഒരു കാര്യം പറയുന്നു. എക്കണോമിക്കിൽ എന്തൊരു പറയുന്നു എന്നാൽ കയ്യിലിരിക്കുന്ന ടോപ്പ് മിലിറ്ററി സ്ട്രാറ്റജിക് പീപ്പിളിനെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവരിടയ്ക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ നോക്കുന്ന സമയം എന്ത് അറിയാൻ പറ്റുന്നു എന്നാൽ മാർക്കറ്റ് എവിടെ പോകുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്കൊരു ക്ലിയർ ന്യൂസ് വന്നിരിക്കുന്നു. ഇന്ത്യൻ എക്കോണമി ബാഡ്ലി അഫക്റ്റഡ് എന്ന്. ഈ ഡെഫിസിറ്റ് $120 ബില്യൺ അടുത്ത് ചെന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്തെന്നാൽ പോയിന്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനും $20 ബില്യൺ ആയിരിക്കുന്നു. ഏപ്രിൽ മാസം ഇന്നും മോശമായിട്ടിരിക്കും. നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു. ഇതാ ഏപ്രിൽ 15 വരെ ആയി. ഈ കച്ചാ എണ്ണ കിട്ടാത്ത കാരണം ഇമ്പോർട്ട് കുറച്ച് കുറഞ്ഞതുപോലെ ഇരിക്കുന്നു. കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിലും കച്ചാ എണ്ണ കിട്ടുന്നില്ല. സ്ട്രാറ്റജിക് റിസോഴ്സിൽ നിന്ന് എടുത്ത് ഇരിക്കുന്ന കാരണം അങ്ങനെ ഒരു ഡിഫറൻസ് ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു. എണ്ണയുടെ വില വാങ്ങാൻ തുടങ്ങിയ ഉടനെ മോശമായിട്ട് പോകും. കാരണം എന്താകുമെന്നാൽ രൂപയുടെ മേളിൽ ഹെവി പ്രഷർ ഇരിക്കും. നമ്മളെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വീക്കാവും. ഈ നമ്മുടെ 3rd ലാർജസ്റ്റ് എക്കോണമി, 4th ലാർജസ്റ്റ് എക്കോണമി അങ്ങനെ ഇല്ലാതാക്കി അത് ഇത് എന്ന് അണിയിലിരുന്ന് എല്ലാവരും ട്വീറ്റ് ചെയ്ത് ലേറ്റസ്റ്റ് IMF നമ്പർ നോക്കിയെങ്കിൽ ഇത് നോക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അത് പറയാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. കാരണം എന്നിട്ട് ബ്രിട്ടീഷ് പൗണ്ട് സ്ട്രെങ്തൻ ആയിരിക്കുന്നു. ഇരുന്ന ബ്രിട്ടീഷ് പൗണ്ട് 105, 106 എന്ന് ചെന്നിരിക്കുന്നു. നമ്മൾ രൂപ അതിപാതാളത്തിന് ചെന്ന കാരണം അമേരിക്കയ്ക്ക് നേരായിട്ട് ഇംഗ്ലണ്ടിൻ്റെ പുറകെ ചെന്നിരിക്കുന്നു. പക്ഷപ്പെട്ട് ഇംഗ്ലണ്ടിൻ്റെ വലിയ എക്കോണമി അങ്ങനെ വാങ്ങിയ GDPയിൽ ഇറങ്ങി 6th ലാർജസ്റ്റ് കമ്പനിക്ക് നമ്മൾ അടിമയായിരിക്കുന്നു. എന്ന് വെച്ചാൽ ബേസിക്കലി എന്തെന്നാ ഇന്ത്യയുടെ എക്കോണമി വീക്കനായിരിക്കുന്നു. ഡോളർ ടേംസിൽ വീക്കനായിരിക്കുന്നു. ടീച്ച് ടേംസ് പൗണ്ട്സിൽ വീക്കനായിരിക്കുന്നു. യൂറോ ടേംസിലും ഈ കറൻസി വീക്കനായിരിക്കുന്നു. കറൻസി വീക്കനായ GDP കുറയും. എന്ന് വെച്ചാൽ ലോകം വന്നിട്ട് യൂറോ, ഡോളർ, പൗണ്ടിൽ തന്നെ മെഷർ ചെയ്യും. സ്പെഷ്യലി ഡോളറിൽ മെഷർ ചെയ്യും. ഡോളറിൽ നമ്മൾ സ്ട്രെങ്ത് കൊടുത്ത് പീഷിൻ്റെ സ്ട്രെങ്ത് കയറിയ കാരണം GDP കാട്ടിലും സ്ട്രോങ്ങർ ആണ്. ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. എന്തെന്നാൽ ഇമ്പാക്റ്റ് നമ്മൾ രൂപയിൽ അറിയാൻ പറ്റും. ഈ രൂപ വന്നിട്ട് 93.40 എന്നായിരിക്കുന്നു. ഇപ്പോഴും ഹെവി പ്രഷർ ഇരിക്കും അങ്ങനെ വേണ്ടിയിട്ട്. വാങ്ങുന്ന തോറും നമ്മളെ മുകളിൽ ഇരിക്കുന്ന പ്രഷർ, രൂപയുടെ മുകളിൽ ഇരിക്കുന്ന പ്രഷർ കൂടുതലാവും. നമ്മൾ പോകുന്ന എക്സ്പോർട്ട് ബ്ലോക്കായിരിക്കുന്നു. എക്സ്പോർട്ട് ബ്ലോക്കായ കാരണം എക്സ്പോർട്ട്സിനൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റൂല. ഒരു ദിവസം നമ്മൾ വന്ന്, അതായത് 45 ദിവസം നമ്മൾ വന്ന് വലുതായിട്ട് ഇമ്പോർട്ട് ചെയ്യാതെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാൽ മോഹൻ സിംഗ് വന്നിട്ട് 70 ദിവസത്തിന് സ്ട്രാറ്റജിക് റിസോഴ്സ് എന്നവർ ക്രിയേറ്റ് ചെയ്ത് വച്ചിരുന്നു. സ്ട്രാറ്റജിക് റിസോഴ്സ് വന്ന് നമ്മളെ ഈ ദിവസത്തിൽ തീരാൻ പോകുന്നു. ഈരാൻ ഇന്നും ഒരു 20 ദിവസമുണ്ട്.
ഒരു ദിവസത്തിന് മുമ്പ് ആ സ്ട്രാറ്റജിക് റിസർവ് തീർന്നു എന്നാൽ അത് നമുക്ക് അതുകൊണ്ട് അകത്ത് എടുത്തിട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ പെട്രോളത്തിലും കൂടെ റേഷനിങ് വരും. പെട്രോൾ റേഷനിങ് വരുവാണെങ്കിൽ എക്കോണമി വലുതായിട്ട് അടിപ്പെടും. ഓൾറെഡി റെയിൽവേ ഇതുപോലത്തെ കൺട്രീസിലൊക്കെ മേജർ സപ്ലൈ ഇരിക്കാം. പെട്രോൾ ഡീസൽ 125 രൂപയ്ക്ക് കൊടുക്കുന്ന കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും വിലവാശിയും കയറും. റൈസിൻ്റെ വില കയറുവാണെങ്കിൽ വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ഫുഡ് എല്ലാത്തിൻ്റെ വിലയും കയറും. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കയറും. റേറ്റ് കയറിയാലും സ്റ്റോക്ക് നല്ലതില്ല ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുന്ന കാരണം ഫെയും നമ്മളടുത്ത് ഇവിടെ കാശ് ഇടൂല. വലുതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് മിറാക്കിൾ നടക്കും എന്ന് വിചാരിക്കുന്നവർ ചെയ്ത് വളരെ ക്ഷമയോട് അണ്ടർ വാല്യൂഡ് സ്റ്റോക്കിനെ മാത്രം എടുക്കണം. 35 ലക്ഷം, അതായത് 0.5 മില്യൺ റീറ്റെയിൽ യൂസേഴ്സ് സ്റ്റോക്സ് ജിൻ ലാൻസെറോദയിൽ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ അവർ ഒരു ഫുൾ സ്റ്റോപ്പ് വച്ചിരിക്കുന്നു. ഫ്യൂച്ചേഴ്സ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്ത് ലാസ് ചെയ്തവരാണ്. ഇച്ചിന് എന്താണെന്ന് പ്രൗഡ് എന്നാൽ 6 കൊല്ലമായിട്ട് പോരാടി നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ അതിനെ മീറി നിങ്ങൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ അത് വളരെ പാട് എന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രേറ്റ് ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു നിനക്ക് വളരെ നഷ്ടത്തിന് തരും എന്നതിനെ അവർക്ക് മനസ്സിലാക്കി. ആ കുഴിയിലിരുന്ന് തടുത്ത് നിർത്തിയതിന് ഞാനും എൻ്റെ ടീമും കൊല്ലം ട്രെയിൻ ചെയ്തിരിക്കുന്നു. ഈ ന്യൂസ് നോക്കുവാണെങ്കിൽ ിലിരുന്ന് ഒരുപാട് ന്യൂസ് വന്നിരിക്കുന്നു. അടുത്ത വർഷം EV മോർ കോമ്പറ്റീറ്റീവ് ആയിട്ട് മാറും. ഇവർ മൾട്ടിപ്പിൾ പവർ ട്രെയിൻസിൽ ചെയ്ത് അതിൽ കോമ്പറ്റീറ്റ് ചെയ്യാൻ നോക്കുന്നു. സമയം ഇലക്ട്രിക് ബസ്സസിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് യൂട്ടിലിറ്റി കോൺട്രാക്ട് വിട്ടിരിക്കുന്നു. ഇലക്ട്രിക് ബസ്സസിൽ വലുതായിട്ട് എൻട്രാകാൻ പോകുന്നു എന്ന് പറയുന്നു. സമയം അവർ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ആ കോയിനെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയമാണിത്. സമയം കൊണ്ട് ഈ വിലവാശി കയറുന്നത് വളരെ പ്രഷറായിട്ടിരിക്കും. സമയം ലക്നോയിൽ ഇവർ ആദ്യത്തെ പ്രാവശ്യം ബസ് ചെയ്ത് ചെയ്യാൻ പോകുന്നു. എങ്കിലും മേജർ കറക്ഷൻ വരുവാണെങ്കിൽ പാസഞ്ചർ വെഹിക്കിളും ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിളും ഡിഫറൻ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു അവസരം കിട്ടും. മൈനർ ടാറ്റ ട്രസ്റ്റിൽ ഈ പാർട്ടീസ് ഇരിക്കാം, നോൺ പാർട്ടീസ് നടത്തി വിട്ടത് തെറ്റ് മിസ്ത്രി പറഞ്ഞിരിക്കുന്നു. വന്നിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് അപ്പോയിൻമെൻറ്റ് ചെയ്യാനും ലീഗൽ മിസ്ത്രി പറഞ്ഞിരിക്കുന്നു. ഒരു വലിയ പ്രോബ്ലമിന് ടാറ്റ മൈനർ ട്രസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ചാൻസസ് ഇരിക്കുന്നു. പോയിന്റ് നോക്കുവാണെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ കാശ് ആവശ്യപ്പെടുന്ന കാരണം സപ്പോർട്ട് ചെയ്തതുപോലെ അത്ര കമ്പനീസിന് ഡിവിഡൻഡ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നത് ഒരു ചോദ്യമായിട്ടുണ്ട്. ശതവീതം ഡിവിഡൻഡിനെ അവർ ഓൾറെഡി കുറച്ചു, അവർ കുറയ്ക്കും. ടാറ്റ ഇലക്ട്രോണിക് ടാറ്റാസ് 1500 കോടി ഇൻവെസ്റ്റ് ചെയ്തെന്ന് നോക്കിയായിരുന്നു. ഇന്ത്യക്ക് 20,000 കോടി നഷ്ടം വന്നത് മേക്കപ്പ് ചെയ്യാൻ ഇന്നും ഫ്രഷ് ഇക്വിറ്റി ഫണ്ട് ആവശ്യപ്പെടും. ഇന്ത്യയും സിംഗപ്പൂർ എയർലൈൻസിലും കുറച്ച് കാശിത്താ ഞങ്ങൾ ഇതിലകപ്പെടാതെ ഇരിക്കും. ഈ ടഫ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നു. ഇൻഫ്ലേഷനെ അവർ കാശ് ചോദിച്ചിരിക്കുന്നു. ബോർഡ് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് ശ്രമിച്ചിരുന്ന് നോക്കാം. റെഡ്ഡിക്ക് സെമി ഗ്ലൂട്ടൈഡിൽ ഓറൽ മെഡിസിൻ കഴിക്കാൻ ട്രൈ ചെയ്യാൻ അവർക്ക് പെർമിഷൻ കിട്ടിയിരിക്കുന്നു. എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ വേറെ സ്റ്റേറ്റ് ഹോമോസിന് മാത്രം അറ്റാക്ക് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എക്കോണമിക് ലൈഫ് ടൈമിന് ഞങ്ങൾ അവരുടെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഓയിൽ ബോണ്ടിന് റിഡൈസ് ചെയ്തുകൊണ്ട് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ് 1 ലക്ഷം കോടി കടം വാങ്ങി കൊടുക്കുന്നതായിട്ട് ഇരിക്കുന്നു. ഇലക്ഷൻ തീർന്ന അടുത്ത ദിവസമേ ഡീസലിൻ്റെ വിലയും പെട്രോളിൻ്റെ വിലയും കയറ്റിയില്ലെങ്കിൽ UOC HPCLന് ശമ്പളം കൊടുക്കണത് കഷ്ടமாக പോകും. ഓയിൽ ചീപ്പായിരിക്കുമ്പോൾ എന്ന പേരിൽ ഫുൾ കാശിനെ വാങ്ങിയുണ്ട് നിങ്ങൾ വന്ന് വില കയറ്റുവാണെങ്കിൽ ജനങ്ങൾ അതിനെ ആദരിക്കുമോ ഒരു ചോദ്യം ഇരിക്കുന്നു. കാരണം ഫണ്ടമെൻ്റലായിട്ട് നമ്മളെ എക്കോണമി വീക്കൺ ആകുന്നു എന്ന് ഡെഫിനറ്റായിട്ട് സെഞ്ചുറി അടിക്കും. നടന്നാലും നമ്മളെ കൊണ്ട് ഡിലേ തന്നെ ചെയ്യാൻ പറ്റുമേ അല്ലാതെ ഇതുമായിട്ട് അതിനെ തടുക്കാൻ ഏത് സ്റ്റെപ്പും എടുക്കാൻ പറ്റൂല. നമ്മളെ നോക്കുവാണെങ്കിൽ ചൈന തന്നെ ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറായിട്ട് മാറിയിരിക്കുന്നു. ദുബായ് ക്ലോസ് കോമ്പറ്റീഷനിലിരുന്നു. ദുബായ് പോർട്ട് മൂടിയ കാരണം ഇങ്ങിരിക്കുന്ന കാര്യങ്ങളും ചൈനയുടെ അടുത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യണത് പോലെയാണ് ഇപ്പോൾ നിലമ. എനിക്കും ഇന്ത്യക്കും ഇരിക്കുന്ന ട്രേഡ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറായിട്ട് മാറിയിരിക്കുന്നു. അല്ല ചൈനയുടെ TV മേളിൽ നിന്നിട്ട് ഉടച്ചതൊക്കെ കണക്ട് ചെല്ലുമെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ട്രേഡ് ഡെഫിസിറ്റ് $120 ബില്യൺ കഴിഞ്ഞ് ഉറപ്പായും ഇപ്പോൾ ചെന്നിരിക്കുന്നു. കാരർക്ക് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ഒന്നും വേണ്ട, അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ചൈനയുടെ അടുത്ത് ചീപ്പായി കിട്ടുന്നുവെന്ന് വിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നു. ഇനിയാണ് നമ്മൾ ശരിയാക്കാൻ പോകുന്നു എന്ന് അപ്പം ഇരുന്ന് തന്നെ നോക്കണം. കോഫിക്ക് ചിലവ് ചെയ്യുന്നതിന് കുറച്ചായിട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടമുണ്ടാവും. നന്ദി.
നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു രണ്ടാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിമ്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.